നമുക്ക് റാഗി പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ചേർക്കാണ്ട് നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാൻ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി ഇങ്ങനെ കുഴച്ചെടുക്കണം. കട്ടയൊക്കെ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ വെള്ളം ഒഴിക്കേണ്ടതെന്ന്. ഇപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഉരുള ഇങ്ങനെ ഉരുട്ടി നോക്കാം. നല്ലതുപോലെ ഉരുട്ടിയതിന് ശേഷം പൊടിച്ച് നോക്കാം. ഇതിപ്പോൾ കറക്റ്റായൊരു പാകമാണ്. നമുക്ക് പുട്ടുണ്ടാക്കാൻ തേങ്ങയും കൂടി വേണം. നമുക്ക് ഈ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും ഈ റാഗിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ലെവൽ കിട്ടാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പുട്ട് ലെവൽ ചെയ്യുന്ന പോലെ തന്നെ മാവും തേങ്ങയും കൂടി ചേർത്ത് ലെവൽ ചെയ്തെടുക്കാം. നമുക്കിതിനെ വേവിച്ചെടുക്കാം. ആവി വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി പുട്ടാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.